ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ ഞാൻ പങ്കാളിയായി. ജന്തർ മന്ദറിൽ പോയില്ല, പക്ഷേ പല പ്രതിഷേധ യോഗങ്ങളിലും പങ്കെടുത്തു. എൻ്റെ പ്രതിഷേധം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാൻ നിരവധി പോസ്റ്റ് ചെയ്തു. ഇന്ന് അവരുടെ വിജയം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അത് ഈ നാടിൻ്റെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്. അത് BJPയുടെ പരാജയമെന്നോ അതിനേക്കാൾ അപ്പുറം ഈ നാട്ടിലെ ജനതയുടെ വിജയമായിട്ട് എന്നെപ്പോലെയുള്ള സാധാരണക്കാർ കാണുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത നമുക്കുണ്ടാകണം. ഇനിയും ഇത് സംഭവിക്കാം. ഇപ്പോൾ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് വരുന്ന കോച്ചിങ് ക്ലാസ്സുകളും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും മറ്റിതിൻ്റെ ഏജൻസും എല്ലാം ഉണ്ട്. കുറേ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അവർക്കെതിരെയുള്ള ശക്തമായ നടപടി സ്വീകരിക്കുക. ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതാണ് വളരെ പ്രധാനം. മരിച്ചുപോയ കുട്ടികൾ മരിച്ചു, കുടുംബത്തിന് 1 കോടി രൂപ കിട്ടി, അതുകൊണ്ടൊന്നും അവിടെ അവർക്ക് പകരം വയ്ക്കാനാകുന്നില്ല. അമ്മയുടെ അച്ഛൻ്റെ ദുഃഖത്തിന് പകരമാകുന്നില്ല. അവർക്ക് കുട്ടികളെ ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല. 1 കോടി രൂപ കൊണ്ട് അവരെന്ത് ചെയ്യാൻ? അതല്ല, ഇനി ഒരു കുഞ്ഞുപോലും ഇത്തരം സംഭവത്തിൽ ജീവൻ പൊലിയാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതിനുള്ള ജാഗ്രതയാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഉണ്ടാവേണ്ടത്. അതുകൂടി നമ്മൾ കൂട്ടായ പോരാട്ടത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മുടെ കൈകളിൽ, നമ്മുടെ അടുത്ത് സുരക്ഷിതമായിരിക്കണം. അത് ഭരണാധികാരികൾ ഒത്താശ ചെയ്യുന്ന കുറേ പണച്ചാക്കുകൾ നമ്മുടെ കുട്ടികളുടെ നെഞ്ചത്ത് കയറി കുതിര കയറിക്കൊണ്ട് അവരുടെ ജീവൻ പൊലിയാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ കാണണം. പ്രിയമുള്ളവരെ, മേജർ രവിയെ പോലെയുള്ള കലാകാരന്മാരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഇനിയും ഇതിന് അന്ത്യം വന്നില്ലേ എന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ്. അവരുടെയൊക്കെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടാവാം, നമ്മളൊന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു നല്ല കലാകാരൻ എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഈ സമൂഹത്തിന് ഗുണകരമല്ല. അദ്ദേഹത്തെ മേജർ രവി എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഒരു രാജ്യ താല്പര്യം സംരക്ഷിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുമില്ലേ? പക്ഷേ പ്രതികരണം വളരെ മോശമായി പോയി. അത്തരം നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോലും ഇത്തരം അനുഭവങ്ങളിൽ പൊലിയാൻ പാടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ള ഭാവി പ്രവർത്തനങ്ങൾക്ക് നാം ഒരുക്കുകൂട്ടേണ്ടിയിരിക്കുന്നു എന്നാണ് എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് തോന്നുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ യുവതയ്ക്കും സാധ്യമാകും എന്ന് കരുതുകയാണ്, നമ്മൾ പ്രത്യാശിക്കുകയാണ്.